എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ 33ാമത് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് വിദ്യാഭ്യാസ സമ്മേളനം നടന്നു. വീക്ഷണം മാനേജിംഗ് ഡയറക്ടറും AICC അംഗവുമായ അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് വിദ്യാഭ്യാസ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും സമൂഹത്തിലെ നിലവിലുള്ള പ്രശ്നങ്ങൾ അതിജീവിക്കുവാനും പരിഹരിക്കുവാനും ശക്തിയുള്ളതാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് പറഞ്ഞു. കാരണം സമൂഹവുമായി ഏറ്റവും കൂടുതൽ സംവേദിക്കുന്ന ആളുകൾ അധ്യാപകരാണ്. നമ്മുടെ നാടിന്റെയും ചുറ്റുപാടുകളുടെയും പരിസ്ഥിതിയുടെയും യഥാർത്ഥ പ്രശ്നമെന്തെന്ന് ഏറ്റവും കൂടുതൽ അറിയാൻ കഴിയുക അധ്യാപകർക്കാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ സമൂഹവുമായി ഏറ്റവും കൂടുതൽ സംവേദിക്കുന്ന ആളുകൾ അധ്യാപകരാണ്. നമ്മുടെ നാടിന്റെ, നമ്മുടെ പരിസ്ഥിതിയുടെ, നമ്മുടെ ചുറ്റുപാടുകളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണ് എന്ന് പൂർണ്ണമായി അറിയുന്ന ആളുകൾ നിങ്ങളാണ്. കുടുംബങ്ങളുടെ സാഹചര്യങ്ങൾ പോലും ഒപ്പിയെടുക്കാൻ കഴിയുന്നു നിങ്ങൾക്ക് കുട്ടികളിലൂടെ. അപ്പോൾ നിങ്ങളുടെ പ്രതികരണങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് സമൂഹത്തിൽ നിലവിലുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കാനും പരിഹരിക്കാനും ഒക്കെ ഉള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വലിയ സംഭാവനകൾ ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പരീക്ഷാ മൂല്യനിർണ്ണയ വേതനം കൃത്യമായി ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് AHSSTA ജില്ലാ പ്രസിഡന്റ് ജോയ് സെബാസ്റ്റ്യൻ അധ്യക്ഷ പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടു. സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സമ്പൂർണ്ണ ജില്ലാ കൌൺസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് TN വിനോദ് ഉദ്ഘാടനം ചെയ്തു. അക്കാഡമിക് കൌൺസിൽ ചെയർമാൻ ഷൈനോജ് എബ്രഹാം പ്രമേയം അവതരിപ്പിച്ചു. ഖാദർ കമ്മിറ്റിയും ഹയർ സെക്കൻഡറി മേഖലയും എന്ന വിഷയത്തിൽ ജിജോ ജോർജ് ചർച്ച നയിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ബിനു കെ വർഗീസ്, സംസ്ഥാന സെക്രട്ടറിമാരായ ബിസോയ് ജോർജ്, ജിജി ഫിലിപ്പ്, വനിതാ ഫോറം ചെയർപേഴ്സൺ ജിബി എ പോൾ, ജില്ലാ ട്രഷറർ ജോസ് റാൽഫ് KW, ഷെബിൻ ഷാജഹാൻ, പ്രിൻസിപ്പൽ ഫോറം ചെയർമാൻ ഡോക്ടർ T രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ TV.